ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു റമദാൻ സീരീസ്. ഇന്നത്തെ ഇഫ്താർ റെസിപ്പി നല്ലൊരു ചട്ടിപ്പത്തിരിയാണ്. ഒപ്പം തന്നെ 2 ഡ്രിങ്ക്സിൻ്റെ റെസിപ്പി കൂടെ ഞാൻ ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ചട്ടിപ്പത്തിരി ഉണ്ടാക്കാനായിട്ട് ആദ്യം നമുക്കൊരു ഫില്ലിങ്സ് തയ്യാറാക്കണം. അപ്പോൾ അതിന് ഞാനൊരു പാൻ വെച്ച് അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് ഒരു 4 മീഡിയം സൈസ് സവാള ചെറുതായി കൊത്തിയരിഞ്ഞ് അതിലേക്കൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് ചെറുതായിട്ടൊന്ന് വാട്ടിയെടുക്കണം. ഓവറായിട്ട് വാട്ടിയെടുക്കണ്ട, ഒന്ന് വാടി കിട്ടിയാൽ മതി. ഇപ്പോൾ സവാള ചെറുതായിട്ടൊന്ന് വാടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ടാൽ അറിയാലോ, അതിൻ്റെ പച്ചമണം പോകുന്നത് വരെ നമുക്കൊന്ന് വാട്ടിയെടുക്കണം. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് കറിവേപ്പില ചെറുതായി കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതും കൂടെ ചേർത്ത് നമുക്ക് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ 2 പച്ചമുളകാണ് കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നത്. നിങ്ങൾക്ക് നല്ല സ്പൈസി ആവണമെങ്കിൽ 1 പച്ചമുളകും കൂടെ കട്ട് ചെയ്തിട്ട് കൊടുക്കാം. ഇങ്ങനെ ചെയ്യുമ്പോൾ ഒരു മീഡിയം എരിവ് ഉണ്ടാവും. ഇനി ഞാൻ ഇതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. 1/2 ടീസ്പൂൺ ഗരം മസാല, പിന്നെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം പൊടിച്ചത്, പിന്നെ 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി. ഇത്രയും മസാലകൾ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതെല്ലാം നന്നായി ഒന്ന് സോട്ട് ചെയ്തെടുക്കണം. മസാലകളൊക്കെ പച്ചമണം പോകുന്നത് വരെ നന്നായി ഒന്ന് സോട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ മസാലയ്ക്ക് നന്നായി മിക്സാക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനായിട്ടുള്ള ഉപ്പ് ചേർത്ത് ഇളക്കി കൊടുക്കാം. ഇനി ഞാൻ ഇതിലേക്ക് ചിക്കൻ്റെ കുറച്ച് ബ്രസ്റ്റ് പീസസ്, കുറച്ച് കുരുമുളക് പൊടിയും ഉപ്പും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ചേർത്ത് കുക്കറിലൊന്ന് വേവിച്ച് അത് മിക്സിയിൽ പൊടിച്ച് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ചിക്കനും മസാലയൊക്കെ നന്നായി മിക്സാക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയില കൂടെ ഇട്ട് കൊടുത്ത് നമുക്കൊന്ന് ഇളക്കി കൊടുത്ത് ഫ്ലെയിം ഓഫ് ചെയ്തിടാം. അപ്പോൾ നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് തയ്യാറാക്കാനുള്ള ദോശയുടെ ബാറ്റർ തയ്യാറാക്കാം. അതിനായി ഞാനൊരു മിക്സിയുടെ ജാറിലേക്ക് 1.5 കപ്പ് മൈദ ഇട്ട് കൊടുക്കുന്നുണ്ട്. 250 ml കപ്പിലാണ്. പിന്നെ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 മുട്ടയും കൂടെ പൊട്ടിച്ചൊഴിക്കുന്നുണ്ട്. പിന്നെ അതിലേക്ക് ആവശ്യത്തിനായിട്ടുള്ള വെള്ളം, ഏകദേശം 1.25 കപ്പ് വെള്ളം ഞാൻ എടുത്തിട്ടുണ്ട്. നമ്മൾ മൈദ അളന്നെടുത്ത അതേ കപ്പിലാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്കതൊന്ന് മിക്സിയിൽ നന്നായി അടിച്ച് എടുക്കണം. ഇത്രയും ലൂസിൽ വേണം കേട്ടോ നമുക്ക് മാവ് തയ്യാറാക്കാൻ. അപ്പം ഇനി നമുക്ക് ഓരോരോ ദോശയായിട്ട് ചുട്ടെടുക്കണം. അപ്പോൾ ഞാൻ അതിനായി ഒരു ഫ്രൈ പാൻ എടുത്ത് അതിലേക്ക് ഓരോ തവി മാവ് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഒന്ന് ജസ്റ്റ് കറക്കിയെടുക്കുക. അത്രയേ ഉള്ളൂ. പെട്ടെന്ന് തന്നെ കുക്കായി കിട്ടും. കുക്കായി കിട്ടിയതിന് ശേഷം നമുക്ക് അതൊന്ന് മറിച്ചിട്ട് കൊടുക്കണം. ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം ഒഴിച്ചു കൊടുക്കാൻ. ഒന്ന് കുക്കായതിന് ശേഷം ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഇതുപോലെ മുഴുവൻ ദോശയും ചുട്ടെടുക്കണം. എനിക്ക് ഈ അളവിലൊരു 10 ദോശ ചുട്ടെടുക്കാൻ പറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മുട്ടയുടെ ഒരു ബാറ്ററും കൂടെ തയ്യാറാക്കണം. അപ്പോൾ അതിന് വേണ്ടി ഞാനിവിടെ 5 മുട്ട എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് ഒരു 1/4 കപ്പ് പാലൊഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനായിട്ടുള്ള ഉപ്പും കുറച്ച് കുരുമുളക് പൊടി ഇട്ടിട്ട് ഇത് നന്നായി ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മുടെ മുട്ടയുടെ മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ചട്ടിപ്പത്തിരി സെറ്റ് ചെയ്യാൻ തുടങ്ങാം. അപ്പം നമ്മൾ ചട്ടിപ്പത്തിരി ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്ന പാത്രത്തിൽ ആദ്യം കുറച്ച് നെയ്യൊന്ന് തടവി കൊടുക്കണം. അതിൻ്റെ താഴ്ഭാഗത്തും സൈഡിലും ഒക്കെ നന്നായി ഒന്ന് തടവി കൊടുക്കണം. എന്നിട്ട് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള ഓരോരോ ദോശയായിട്ട് ഇതുപോലെ മുട്ടയുടെ ബാറ്ററിലും നന്നായി മുക്കി കൊടുക്കുക. എന്നിട്ട് നമുക്ക് നമ്മൾ ഉണ്ടാക്കുന്ന പാത്രത്തിലേക്ക് വെച്ച് കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ മുകളിലേക്കായിട്ട് നമ്മൾ ചിക്കൻ്റെ മിക്സ് തയ്യാറാക്കിയത് ഇങ്ങനെ വെച്ച് കൊടുക്കണം. വെച്ച് കൊടുക്കുമ്പോൾ സെൻട്രലായിട്ട് വെച്ച് കൊടുക്കാൻ ശ്രദ്ധിക്കുക. സൈഡിലേക്കൊന്നും ആവാതെ ഇരിക്കാൻ ശ്രദ്ധിക്കണം. സൈഡിലേക്കൊക്കെ ആയിപ്പോയാൽ നമുക്ക് അത് കവറാക്കാനും ബുദ്ധിമുട്ടാവും. അതുപോലെ തന്നെ മറിച്ചിടുമ്പോൾ ഒക്കെ പൊട്ടിപ്പോവാനും ചാൻസ് ഉണ്ട്. അപ്പോൾ അത് ഒഴിവാക്കാനായിട്ട് മാക്സിമം സെൻറ്ററിൽ തന്നെ വയ്ക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ രണ്ടാമത്തെ ദോശയും ഞാൻ മുട്ടയുടെ മാവിൽ മുക്കിയിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ മേലെ ഫില്ലിങ്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതുപോലെ നമുക്ക് എല്ലാ ദോശയും ചെയ്തെടുക്കാം. ദോശ വെച്ചതിന് ശേഷം നമ്മൾ നന്നായി ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. എന്നാലേ എല്ലാ ഭാഗത്തേക്കും ഒരുപോലെ എത്തുള്ളൂ. അല്ലെങ്കിൽ നടുഭാഗം മാത്രം ഇങ്ങനെ പൊന്തിയിരിക്കും. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നന്നായി ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക.
എന്നിട്ട് ബാക്കി വന്നിട്ടുള്ള നമ്മുടെ മുട്ടയുടെ മിക്സ് ഇതിലേക്ക് ഇങ്ങനെ ഇതിൻ്റെ സൈഡിലേക്കൊക്കെ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഫ്ലെയിം ഓണാക്കി ചട്ടിപ്പത്തിരി വെച്ച് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഡയറക്റ്റ് ആയിട്ടല്ല കേട്ടോ വെച്ചിട്ടുള്ളത്. അടിയിൽ എന്തെങ്കിലും കട്ടിയുള്ള പാത്രമോ അല്ലെങ്കിൽ എന്തെങ്കിലും നിങ്ങളുടെ കയ്യിൽ പഴയ ടിന്നിൻ്റെ മൂടി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് അതിൻ്റെ മുകളിൽ വെച്ച് കൊടുത്താൽ മതി. എന്നിട്ട് ഇതിൻ്റെ ലിഡിൻ്റെ ഹോളൊക്കെ നമുക്ക് ഇങ്ങനെ ഒന്ന് അടച്ചു കൊടുക്കണം. എന്നിട്ട് കുറച്ച് നേരം ഏകദേശം ഒരു 20 മിനിറ്റോളം മൂടി വെച്ച് നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കണം. ഇപ്പോൾ 20 മിനിറ്റിന് ശേഷം ഞാൻ തുറന്ന് നോക്കി. അപ്പോൾ അത് ആയിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് മറിച്ചിട്ട് അടിഭാഗം കൂടെ ഒന്ന് ഫ്രൈ ആക്കിയെടുക്കാം. ഹൈ ഫ്ലെയിമിലിട്ട് തന്നെ ഒരു 2-3 മിനിറ്റ് പെട്ടെന്നൊന്ന് ഫ്രൈ ആക്കിയെടുക്കാം. അപ്പോൾ നമ്മുടെ ചട്ടിപ്പത്തിരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഞാൻ നിങ്ങൾക്ക് ഇതൊന്ന് കട്ട് ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ ഇതേ നമ്മുടെ ചട്ടിപ്പത്തിരി ഇവിടെ അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. കഴിക്കാനും നല്ല ടേസ്റ്റാണ്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും ഫില്ലിങ്സൊക്കെ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഈ റെസിപ്പി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇനി ഞാൻ അടുത്തതായിട്ട് 2 ഡ്രിങ്ക്സ് ആണ് തയ്യാറാക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യത്തേത് നമ്മുടെ ഷമാമാണ്. അപ്പോൾ ഞാൻ കുറച്ച് ഷമാമ ഒന്ന് കട്ട് ചെയ്തിട്ട് ഒരു ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒപ്പം കുറച്ച് പാലും മധുരത്തിന് ആവശ്യമായിട്ട് പഞ്ചസാരയും കുറച്ച് ഏലക്കാപ്പൊടിയും ചേർത്ത് ഒന്ന് മിക്സിയിൽ അടിച്ചെടുക്കുന്നുണ്ട്. എത്രയേ ഉള്ളൂ. നല്ല അടിപൊളി ഡ്രിങ്കാണ്. അടുത്തത് നല്ലൊരു വാട്ടർമെലൺ ഡ്രിങ്കാണ്. നമ്മുടെ മഞ്ഞ വാട്ടർമെലൺ കൊണ്ടാണ് ഞാനിവിടെ ഡ്രിങ്ക് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ സ്റ്റേ ട്യൂൺ. ബൈ.